ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. UDF നേതാക്കളോടൊപ്പം തഹസീൽദാർക്ക് മുൻപാകെയാണ് ഷൗക്കത്ത് പത്രിക സമർപ്പിക്കാൻ എത്തിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ നഗരം ചുറ്റി ഒരു വലിയ റോഡ് ഷോ സംഘടിപ്പിച്ച് ആ റോഡ് ഷോയുടെ അകമ്പടിയോടെയായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. നൂറുകണക്കിന് UDF പ്രവർത്തകർ റോഡ് ഷോയുടെ ഭാഗമായി. അതിനുശേഷം ഏതാണ്ട് 1:30യോടെയാണ് റോഡ് ഷോ താലൂക്ക് ഓഫീസിലെത്തിയത്. തഹസിൽദാർക്ക് മുൻപാകെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. UDFിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെയുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. നിലമ്പൂരിൽ കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുക്കുകയാണ്. ഇപ്പോൾ ഇതാ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗരം ചുറ്റിയ ഒരു വലിയ റോഡ് ഷോയുടെ അകമ്പടിയോടെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി UDF സ്ഥാനാർത്ഥി താലൂക്ക് ഓഫീസിലെത്തിയത്. കനത്ത മഴയും ഒക്കെയാണെങ്കിലും നിലമ്പൂരിൽ വലിയ രാഷ്ട്രീയ പോരാട്ട ചൂട് തന്നെയാണ്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് അദ്ദേഹവും ഇന്ന് മണ്ഡലത്തിൽ എത്തുകയും ചെയ്തു. സ്വരാജിനെ സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണി പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ നിലമ്പൂരിൽ കടുകട്ടി രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം സ്വരാജിൻ്റെ റോഡ് ഷോയും നിലമ്പൂരിലുണ്ട്. നേരത്തെ നഗരത്തിൽ ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും പര്യടന പരിപാടികൾ ഒരേ സമയം മുഖാമുഖം എത്തിയപ്പോൾ നേരിയ സംഘർഷമുണ്ടാവുകയും പ്രവർത്തകരുടെ ഒരു കയ്യാങ്കളിയുടെ വക്കോളം എത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്താണ് നിലമ്പൂരിലെ പോരാട്ട ചൂട് എന്നതിൻ്റെ സൂചനകളായിരുന്നു നമ്മൾ ഇന്ന് നിലമ്പൂർ നഗരത്തിൽ ഇന്ന് ഉച്ചയോടെ കണ്ടത്. അതിനുശേഷം പിന്നീട് പോലീസും മുതിർന്ന നേതാക്കളും ഒക്കെ ഇടപെട്ട് ഇരുവിഭാഗം പ്രവർത്തകരെയും അനുനയിപ്പിച്ച് മാറ്റുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോഴിതാ ആര്യാടൻ ഷൗക്കത്ത് UDF നേതാക്കളോടൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുകയും അദ്ദേഹം പത്രിക അല്പനിമിഷം മുൻപ് സമർപ്പിക്കുകയും ചെയ്തത്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് താലൂക്ക് ഓഫീസിൽ നിന്ന്. റാഫി, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അല്ലേ? വലിയ റോഡ് ഷോയുടെ അകമ്പടിയോടെ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രധാനപ്പെട്ട UDFിന്റെ നേതാക്കളൊക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടല്ലേ? നാമനിർദ്ദേശ പത്രിക ഉപവരണാധികാരി സിന്ധു MP മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വലിയ റോഡ് ഷോയോട് കൂടിയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനൊപ്പം ഇങ്ങോട്ട് എത്തിയത്. 11:30 മണിയോടുകൂടി ആരംഭിച്ച റോഡ് ഷോ ഏകദേശം 3 കിലോമീറ്ററോളം കാൽനടയായി തന്നെ മുന്നോട്ട് നീങ്ങിയാണ്. UDF നേതാക്കൾ എല്ലാവരുടെയും അകമ്പടിയോടെ മുന്നോട്ട് നീങ്ങിയാണ്. ഇപ്പോൾ 1:30യോടുകൂടി ഈ താലൂക്ക് ഓഫീസിലേക്ക്, നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രമുഖ UDF നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. DCC പ്രസിഡന്റ് VS ജോയി അടക്കമുള്ള ലീഗിന്റെ നേതാക്കൾ അടക്കമുള്ള എല്ലാവരും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഒപ്പം അദ്ദേഹത്തിന്റെ സഹോദരൻ, ഒപ്പം മറ്റു ബന്ധുക്കൾ, ഒപ്പം തന്നെ ലീഗിന്റെ പ്രമുഖ നേതാക്കൾ. റാഫി കരീമാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷമുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായ കാര്യങ്ങൾ തന്നെയാണ് അവിടെ താലൂക്ക് ഓഫീസിൽ നടക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതിനുശേഷം സത്യവാങ്മൂലം പരിശോധിക്കുകയും അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയുമാണ്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. UDF നേതാക്കളുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ ഒപ്പമെത്തിയാണ് പത്രിക സമർപ്പിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു റോഡ് ഷോയിൽ. റാഫി കരീം ഒരിക്കൽ കൂടി ചേരുന്നു. റാഫി, തുടരാം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അതിനോടൊപ്പം നൽകിയ സത്യവാങ്മൂലം പരിശോധിക്കുകയാണ്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇനി കടക്കുക. എന്തായാലും വലിയ റോഡ് ഷോയോടുകൂടി പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത് 2ാം വട്ടം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി പത്രിക സമർപ്പിക്കാൻ ഇപ്പോൾ ഉപവരണാധികാരിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. തഹസിൽദാരായ
MP സിന്ധുവാണ് ഉപവരണാധികാരി. നിലമ്പൂർ താലൂക്ക് ഓഫീസിലെ തഹസിൽദാരാണ്. ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെയും പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. അദ്ദേഹത്തിന് ഈ പത്രിക സമർപ്പിക്കുന്നതിനൊപ്പം കെട്ടിവെക്കുന്നതിനുള്ള തുക കൈമാറിയിരിക്കുന്നത് പുല്ലങ്കോട് എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ്. INTUC തൊഴിലാളി നേതാക്കൾ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഈ പത്രിക സമർപ്പിക്കുന്നതിനൊപ്പം കൈമാറേണ്ട തുക ആര്യാടൻ ഷൗക്കത്തിന് നൽകിയത്. ദീർഘകാലം 62 വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് ഈ INTUC അധ്യക്ഷനായിരുന്നു. പിന്നീട് ആര്യാടൻ ഷൗക്കത്ത് ഈ സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോഴും ഈ പുല്ലങ്കോട് തൊഴിലാളികളുടെ INTUC പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ ആര്യാടൻ ഷൗക്കത്താണ്. അങ്ങനെ ഈ കെട്ടിവെക്കുന്നതിനുള്ള തുക ഈ തൊഴിലാളികളാണ് അദ്ദേഹത്തിന് കൈമാറിയത്. ആര്യാടൻ മുഹമ്മദിന്റെ കാലം മുതൽ ആ നിലയിലുള്ള ഒരു ശീലം ആര്യാടൻ ഷൗക്കത്തും തുടരുകയായിരുന്നു. എന്തായാലും വലിയ വാഹന അകമ്പടിയോടെ 11:30 മണിയോടുകൂടി തുടങ്ങിയ വാഹന റാലി നിലമ്പൂർ നഗരത്തെ എല്ലാം മറികടന്നുകൊണ്ട് ചന്തക്കുന്ന് മൈതാനത്തെ എല്ലാം മറികടന്നുകൊണ്ട് നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് എത്തുമ്പോൾ ഒട്ടനവധി പ്രവർത്തകർ 1000-ഓളം പ്രവർത്തകർ ഈ റാലിയിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ UDFന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ റാലിയിലുണ്ടായിരുന്നു. ലീഗിന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ റാലിയിലുണ്ടായിരുന്നു. ഹമീദ് മാസ്റ്റർ MLA അടക്കമുള്ള ആളുകൾ, ഒപ്പം തന്നെ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, റോജി എം ജോൺ, അൻവർ സാദത്ത്, ഒപ്പം തന്നെ VT ബൽറാം തുടങ്ങിയ യുവനിരയും ഈ റാലിയോടൊപ്പം അദ്ദേഹത്തെ അനുഗമിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, അനിൽകുമാർ അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ റാലിയോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. വിശദാംശങ്ങളാണ് റാഫി കരീം നൽകിയത്.